എല്ലാവർക്കും നമസ്കാരം. ഹല നീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ നല്ലൊരു കറിയാണ്. ബീഫ് വെച്ചാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നത്. നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇത് എല്ലോട് കൂടിയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കശ്മീരി ചില്ലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾ എരിവ് നോക്കിയിട്ട് അതുപോലെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇനി ചേർക്കാനുള്ളത് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കണം. ഒരു 6 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 6 വിസിലായിട്ടുണ്ട്. നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള മസാലകൾ തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ഉള്ളി എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള 3 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ചെടുക്കുക. ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇതുപോലെ തന്നെ 3 തക്കാളിയും കൂടി നമുക്കിതിലേക്ക് വേണം. അതും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ അരച്ചെടുക്കണം. ഉള്ളി എടുക്കുന്ന അതേ അളവിൽ തന്നെ തക്കാളിയും എടുക്കണം. ഞാനിവിടെ 3 ഉള്ളിയാണ് എടുത്തത്. അതുപോലെ തന്നെ 3 തക്കാളി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 4 പച്ചമുളക് ചതച്ചതും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് അണ്ടിപ്പരിപ്പാണ്. അത് ഞാൻ ചെറിയൊരു ചൂട് വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിവിടെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വറ്റൻമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ചേർക്കാനുള്ളത് നേരത്തെ നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. 4 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പച്ചമുളക് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഉള്ളി പേസ്റ്റ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കൂടുതൽ സമയം കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം മിക്സിയിൽ അടിച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാവും. ഉള്ളി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് തക്കാളി അരച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് തിളക്കണം. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഒന്ന് വെന്ത് കിട്ടണം. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. കശ്മീരി ചില്ലിയാണ്. പിന്നെ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ തന്നെ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എളുപ്പമാണ് ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട്. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ബീഫിലൊക്കെ ഉപ്പിട്ടതാണ്. എന്നാലും കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫാണ്. അതും കൂടി ഇട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ബീഫിൻ്റെ ആ ടേസ്റ്റ് ഈ ഉള്ളിയിലേക്ക് പിടിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതിങ്ങനെ തന്നെ വെക്കണം. ഇതിപ്പോൾ ഒരു 5 മിനിറ്റായി. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. ഈ പുളിപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ 1 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു നല്ല കട്ടിക്കാണ് ഈ ഒരു തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത്. ഒരു തേങ്ങയാണ് ഈ ഒരു പാലിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് തേങ്ങാപ്പാൽ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് അണ്ടിപ്പരിപ്പും കൂടി അരച്ചതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം. സ്കിപ്പ് ചെയ്യരുത്. അതാണ് ഈ ഒരു കറിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. കറി ഇപ്പോൾ ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയാണ്. അതും കൂടി ചേർത്ത് കൊടുക്കണം. ഉലുവയില പൊടിച്ചെടുത്തതാണ്. അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കണം. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് തിളച്ച് എല്ലായിടത്തും ഈ ബീഫിലേക്ക് പിടിക്കുന്നത് വരെ നന്നായിട്ട് തിളപ്പിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് അവസാനമായിട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം.
അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. കറി ഇവിടെ റെഡിയായി. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറിക്ക്. നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം. നമ്മളെപ്പോഴും ഉണ്ടാക്കുന്നത് ബട്ടർ ചിക്കനാണ്. അപ്പോൾ അതിൻ്റെ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് ബീഫിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്.